നിങ്ങൾ എല്ലാവരും അറിയണം. ശരിക്കും എങ്ങനെയാ ഈ സൈക്കോപാത്ത് ഉണ്ടാവുന്നത്? അത് ഡീറ്റെയിൽ ആയിട്ട് പറയാണ്ട് ഉൽക്ക പതിച്ചിട്ടാണ് ഇതുണ്ടായതെന്നാണ് ആളുകള് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഇന്നാണ് ഏറ്റവും മഹത്വമുള്ളത്. അതുകൊണ്ട് ഇന്നത്തെ സന്തോഷം നാളത്തേക്കാളും ഊർജ്ജസ്വലമാക്കണം. എന്നിട്ട് ഈ ഞാനും അടക്കം വീട്ടിൽ മാത്രം ഇരുന്നാ മതി എന്നല്ലേ? അത് ശരിയല്ലല്ലോ. എങ്ങനെ ഈ സ്ത്രീകൾക്ക് അഹങ്കാരം, ഈ തരത്തിലുള്ള അഹങ്കാരം ഒരു അലങ്കാരം തന്നെയല്ലേ? റീച്ചിനും ഷെയറിനും വേണ്ടി അഹങ്കാരത്തിന്റെ പരകോളിൽ ഒരു സ്ത്രീ അടിച്ചു കെടുത്തിയതാണ്, ഒരു കുടുംബം നാനാവിധമാക്കിയതാണ്. നമ്മൾ തന്നെ സ്വന്തമായിട്ട് ആലോചിച്ചിട്ട് ഇത് ഇങ്ങനെ ഉണ്ടാക്കണമായിരിക്കും. അങ്ങനെ ഒരു ചെറിയ സ്ഥാനം എനിക്ക് തോന്നി. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. നല്ല ഗൈഡൻസും സപ്പോർട്ടും കൊടുത്താൽ ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന ഒരു സൈക്കോളജിക്കൽ കണ്ടീഷനാണ്. ഞാൻ വിഷയത്തിൽ നിന്നും തെന്നുമാറിയോ? ഷിംജിതയ്ക്കായി ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കിയിരിക്കുന്നു പോലീസ്. ഷിംജിത രാജ്യം തന്നെ വിട്ടേക്കും എന്ന സൂചനകൾ പുറത്തു വന്നതോടെയാണ് നീക്കം. ഞാനേ ഒരു അറബിനെ ഒപ്പിക്കാൻ പോവാം. എന്റെ ഇപ്പോഴത്തെ കുറച്ച് ആത്മമിത്രങ്ങള് 80s ബേബീസാ. ഷിംജിതയ്ക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നും പരിശോധിക്കും. ഞാൻ ഒറ്റക്കാ, എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ ഒറ്റക്ക് തന്നെയാ ചെയ്യുന്നത്. ആ കഞ്ചാവിന്റെ പുകയില് നമ്മൾ മലിഞ്ഞു ചേർന്നത് പോലെ തോന്നും. ശരിക്ക് ജീവിതം അളക്കേണ്ടത് നീളത്തിലല്ല, ആഴത്തിലാ. ലോകത്തിലെ മനോഹരമായ ഒരു ഫ്രെയിമാണ് നിങ്ങൾ ഈ കാണുന്നത്. വിഷയത്തിൽ നിന്ന് തെന്നുമാറുന്നു. ഓക്കെ പോയിന്റിലോട്ട് വരാം. നമ്മളിങ്ങനെ മുൾമുനയിൽ നിർത്തിയിട്ട് കൊണ്ടുപോകും. ഇന്റർവെൽ പഞ്ചൊക്കെ ഉണ്ടല്ലോ, വേറെ ലെവല്. ഷിംജിത മുസ്തഫ ഇപ്പോൾ പിടിയിലായിരിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും മതിയായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പൗലോ കോയിലോ പറഞ്ഞതുപോലെ യൂണിവേഴ്സ് അത് നടപ്പിലാക്കാൻ വേണ്ടി നമ്മളെ കൂടെ നിന്നേരും. ഷിംജിതയെ മഞ്ചേരി ജയിലിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ എന്ത്, ഇതിനേക്കാളും വലിയ പ്രശ്നത്തിലായിരുന്നു ഞാൻ കഴിഞ്ഞ വർഷം. പിന്നെ നോക്കിക്കേ ഞാൻ എവിടെ ഉള്ളതെന്ന്. ഇവിടെ നോക്കിക്കേ, സൗകര്യങ്ങളൊക്കെ നല്ലോണം അടിപൊളി, വേറെ ലെവല്. മണി കൊടുത്താലുണ്ടല്ലോ, മണി നമ്മളെ കയ്യിലുണ്ടെങ്കിലുണ്ടല്ലോ, കുറച്ച് സമയം കഴിയുമ്പോഴേക്ക് നമ്മൾ അതിൽ നിന്ന് തിരിച്ചു വരും. കുറ്റം പറയാതിരിക്കെങ്കിലും ചെയ്യല്ലേ നമ്മള് വേണ്ടത്. കാര്യങ്ങൾ പലരുമായിട്ടും ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. എന്നാ പിന്നെ എങ്ങനെ ഞാൻ പോകുന്നു. ബൈ.